നമസ്കാരം പ്രിയമുള്ളവരെ. നവീൻ ബാബുവിനെ ഓർമ്മയുണ്ടായിരിക്കും. കണ്ണൂർ എ ഡി എം ആയിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച എ ഡി എം കെ നവീൻ ബാബു, മലയാളപ്പുഴ സ്വദേശി, പത്തനംതിട്ട ജില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് CBI എൻക്വയറിക്ക് സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ നീങ്ങുന്നുണ്ട്. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം, ഹോം ഡിപ്പാർട്ട്മെൻറ്റാണ് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു എന്നുള്ള വാർത്തയും നമ്മൾ അടുത്ത സമയത്ത് വായിക്കുകയുണ്ടായി. നവീൻ ബാബുവിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ജനിച്ച നാളുതൊട്ട് ആ കുടുംബക്കാർ മുഴുവൻ CPM അനുഭാവികളും CPM പ്രവർത്തകരുമാണ്. സർവീസിൽ കയറിയ നാൾ മുതൽ അദ്ദേഹം CPM അനുകൂല സംഘടനയുടെ സജീവ പ്രവർത്തകനാണ്. വിരമിക്കാൻ 7 മാസം മാത്രം ബാക്കി നിൽക്കെ പത്തനംതിട്ട ജില്ലയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ അദ്ദേഹത്തെ 2024 ഒക്ടോബർ മാസം 14 രാത്രിക്ക് ശേഷം, ശരിക്കും പറഞ്ഞാൽ 8 മണിക്ക് ശേഷം, സൈനുദ്ദീൻ എന്ന അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അല്ലാതെ ജീവനോടെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം. ആ കേസുമായി ബന്ധപ്പെട്ട് CPMൻ്റെ കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹം PP ദിവ്യ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അകത്തു പോവുകയും പിന്നീട് അവർ ജാമ്യത്തിലിറങ്ങുകയും ജാമ്യത്തിലിറക്കാൻ വേണ്ടി ജാമ്യം കിട്ടി ഇറങ്ങുന്ന സമയത്ത് വീര വനിതയായിട്ട് ഝാൻസി റാണിക്ക് പോലെ അവരെ സ്വീകരിച്ചുകൊണ്ട് വരുന്നതൊക്കെ കണ്ടു. ആ കുടുംബത്തിൻ്റെ കണ്ണീര് അന്ന് മുതൽ ഇന്ന് വരെ തോർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുടുംബത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ശ്രീ നവീൻ ബാബു. ഈ വിഷയത്തിൽ ഞാൻ 100ലധികം വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഫൈനൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ വിശകലനം ചെയ്തിരുന്നു. ആ മരണം ആസൂത്രണം ചെയ്യുകയും ആ മരണത്തിന് വേണ്ട എല്ലാ ഒത്താശ ചെയ്യുകയും തിരക്കഥയും കഥയും രചിക്കുകയൊക്കെ ചെയ്ത പലരും നമ്മുടെ നാട്ടിൽ ഞെളിഞ്ഞിരിപ്പുണ്ടെന്നും ചിലർക്കൊക്കെ യൂണിഫോം ഉണ്ടെന്നും അതിലൊരാൾ ശ്രീജിത്ത് കൊടിയേരിയാണെന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നും CPMനോടൊപ്പം നിൽക്കുകയും CPMന് വേണ്ടി വിടുപേരുകയും ചെയ്തതിൻ്റെ പുറത്ത് പോലീസ് കുപ്പായ ഊരി വെച്ചതിന് ശേഷവും ഒരു മുനിസിപ്പൽ ചെയർമാനാവാൻ വേണ്ടി പോയ ഒരാളിനെയും അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കാര്യം നമുക്കറിയാം. ഇവരെല്ലാം കൂടി ചേർന്ന് അദ്ദേഹം ആത്മഹത്യയാക്കി തീർക്കാൻ ശ്രമിച്ചിരിക്കെ ആ കുടുംബം വീണ്ടും പറഞ്ഞു, ഇത് മരണമാണ്, ഈ മരണത്തിൽ ദുരൂഹ സാഹചര്യത്തിലാണ് ഉണ്ടായതായിട്ടാണ്, സസ്പീഷ്യസ് സർക്കംസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് ഇന്ന കാരണങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് പറഞ്ഞു ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ് എന്നാവശ്യപ്പെട്ടിട്ട് പോലും അന്നത്തെ സംസ്ഥാന സർക്കാർ ശ്രീ പിണറായി വിജയൻ ചെയ്തില്ല എന്നുള്ള കാര്യം. ജനിച്ച നാൾ മുതൽ CPMൻ്റെ കൊടി പിടിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് CPMൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷി ചെന്നതിന് ശേഷം ആ കുടുംബം പല കാര്യങ്ങളും മറച്ചു വയ്ക്കുകയും ആ കുടുംബത്തോടൊപ്പം നിന്ന് CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ പല നേതാക്കന്മാരെ പിൻവലിയുന്നതും നമ്മൾ കണ്ടു. പിന്നീട് അറിയുന്ന കാര്യങ്ങളിൽ പലതും ഈ പറഞ്ഞ ഇയാളുടെ മകന് ഈ കേസുമായി നല്ല ബന്ധമുണ്ടെന്നും അയാളുടെ ബിനാമി ഏർപ്പാടുകളൊക്കെ തന്നെ ഈ നവീൻ ബാബു സാറിന് അറിയാമായിരുന്നു എന്നുള്ളതും പുറത്തു വരികയാണ്. പിന്നീട് കുടുംബം ആവശ്യപ്പെട്ടത് മരണകാരണം അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ആശ്രിത നിയമനം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾക്ക് ജോലി കൊടുക്കണം എന്നും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇത് രണ്ടും നിഷേധിക്കപ്പെടുന്നതായിരുന്നു നമ്മൾ കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് സജീവമായി ആ വിഷയം പത്തനംതിട്ട ജില്ലയിലും വിശേഷിച്ച് മലയാളപ്പുഴ പ്രദേശത്ത് ജനങ്ങളുടെ ഇടയിൽ വളരെ സജീവമായ ഒരു ചർച്ചയാവുകയും ആ ചർച്ചയ്ക്ക് ശേഷം അവിടെ റാന്നി മണ്ഡലത്തിൻ്റെ MLA ആയി ശ്രീ പഴകുളം മധു തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത കാര്യം നമുക്കറിയാം. പുതിയ സംസ്ഥാന സർക്കാർ വന്നതിന് ശേഷം ആദ്യമായി പല പ്രാവശ്യങ്ങളും ഈ നവീൻ ബാബുവിൻ്റെ വിധവയായ ഭാര്യ പത്തനംതിട്ട റവന്യൂ ഓഫീസറായിരിക്കുന്ന പത്തനംതിട്ട കളക്ടറിലെ ഉദ്യോഗസ്ഥയായിരിക്കുന്ന ശ്രീമതി മഞ്ജുഷയും മക്കളും ചേർന്ന് ശ്രീ VD സതീശനെ കാണുകയും അദ്ദേഹത്തിൻ്റെ മരണത്തെപ്പറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ മരണം CBI എൻക്വയറിക്ക് വേണ്ടി സർക്കാർ മാറ്റി കൊടുക്കുകയും അതിനുശേഷം ഏറ്റവും അവസാനം നടന്ന സംഭവം ആ കുട്ടിയുടെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾക്ക് ജോലി കൊടുക്കുന്നതിനെ പറ്റിയായിരുന്നു പിന്നീട് നടന്ന ചർച്ച. അതിനുവേണ്ടി ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്ത കാര്യവും എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ക്യാബിനറ്റിന് ശേഷം, അതായത് എല്ലാ ബുധനാഴ്ചയും ക്യാബിനറ്റ് ഉണ്ടെങ്കിൽ ഈ ബുധനാഴ്ച കർത്തവാവ് ആയതുകൊണ്ട് മാറ്റിവെക്കുകയും വ്യാഴാഴ്ച രാവിലെ കർത്തവാവിന് ശേഷം പഴകുളം മധുവിൻ്റെയും സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ K മുരളീധരൻ്റെയും ഫുഡ് സേഫ്റ്റി കമ്മീഷൻ ശ്രീ ധന്യ ESൻ്റെയും സാന്നിധ്യത്തിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നവീൻ ബാബുവിൻ്റെ മകൾ നിരഞ്ജന നായർക്ക് ഫുഡ് ഇൻസ്പെക്ടറായി തൃക്കാക്കരയിൽ, എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിൽ അഡ്വൈസ് മെമ്മോ, അതായത് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് സന്തോഷം പകരുന്നൊരു കാര്യം. പ്രത്യേക താല്പര്യം എടുത്തു ഈ കാര്യത്തിൽ എന്നുള്ള കാര്യം സംശയം വേണ്ട. പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അധികാരത്തിൽ വന്നാൽ പരിഗണിക്കുമെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞിരുന്നു. അതുപോലെ അദ്ദേഹം പരിശ്രമിച്ചു. അതിന് പരിശ്രമം നടത്തിയ ഒരാളുടെ പേര് എടുത്തു പറയണം, പഴകുളം മധു എന്നാണ്. അദ്ദേഹം അതിൻ്റെ കൂടെ നിന്നു അക്കാര്യം സാധിച്ചു കൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം. അച്ഛൻ്റെ മരണത്തിൻ്റെ ബാക്കിപത്രമെന്നോ അച്ഛൻ്റെ മരണത്തിലൂടെ മകൾക്ക് ജോലി കിട്ടിയത് സന്തോഷകരമാണോ എന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. അച്ഛൻ്റെ മരണം ആ മക്കളെ സംബന്ധിച്ച് മരണം തന്നെയാണ്. ഏത് സമയവും ആ കുട്ടി ഒപ്പിടുന്ന സമയം മുതൽ ആ കുട്ടിയുടെ ഉള്ളിൽ
നവീൻ ബാബു എന്ന തൻ്റെ അച്ഛനെ പറ്റിയുള്ള ഓർമ്മകൾ എന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അച്ഛനെ പോലെ നല്ല ഒരു ഉദ്യോഗസ്ഥയാകുവാൻ നിരഞ്ജനയ്ക്ക് കഴിയണം എന്നുള്ളതാണ് എനിക്ക് ആ കുട്ടിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. യാതൊരുവിധ കുറ്റവും പറയാതെ, യാതൊരുവിധ അലിഗേഷൻസും ഉണ്ടാകാതെ ചെയ്യണമെന്നും കഴിയുമെങ്കിൽ CPM-ൻ്റെ യൂണിയനിൽ ചേരരുതെന്നുമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞ കുട്ടിയെ നവീൻ ബാബുവിൻ്റെ മകളായതുകൊണ്ട് ഏത് രീതിയിലുള്ള ദ്രോഹം നടത്തുവാനും CPM സന്തത സഹചാരികളായി നടക്കുന്ന ട്രേഡ് യൂണിയനുകൾ അവിടെ ഉണ്ടാകുമെന്ന് നിരഞ്ജന മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് നിരഞ്ജനയ്ക്ക് നല്ലതാണ്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സമയത്ത്, അതിൻ്റെ അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്ന സമയത്ത് CBI ഓരോ പ്രതിയും പിടിക്കുമ്പോഴും അത് CPM അനുഭാവികളും CPM നേതാക്കളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ സമയത്തൊക്കെ നിരഞ്ജന വളരെ ശ്രദ്ധയോടുകൂടി ജോലി ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിരഞ്ജനയുടെ ഭാവി ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും CPM ചെയ്യും. CPM അങ്ങനെയാണ്, അടിമുടി വാഴ വെട്ടുന്ന പോലെ വെട്ടിക്കളയുന്ന വർഗ്ഗമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടിക്കും വീഴ്ച സംഭവിക്കാം എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ വാക്കുകൾ പറയാനുള്ളതും പ്രവർത്തിക്കാനുള്ളതാണ്. ഒരാളുടെ കൊലപാതകം നടന്നു, അത് കൊലപാതകമാണ് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനുമുള്ളത്. ആ മരണത്തെപ്പറ്റി അന്വേഷിക്കാൻ പോലും തയ്യാറാകാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൾക്ക് നിയമപരമായി കിട്ടേണ്ട ആശ്രിത നിയമനം കൊടുക്കാതിരിക്കാനും ശ്രമിച്ച ആളാണ് പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് CPM-മാർ കുരുപൊട്ടുന്നത്. സതീശൻ്റെ പല പ്രവർത്തികളും കാണുമ്പോൾ പല പ്രവർത്തികൾ സതീശൻ ചെയ്യുമ്പോഴും അവർ കുരുപൊട്ടാറുണ്ട്. ഒരു ചാനലുകളും അത് ചർച്ചയാക്കാനോ ഇതൊരു മാധ്യമ വാർത്തയാക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. വാർത്തകൾ പോലും പലരും ഗോപ്യമായി വെക്കാനാണ് ശ്രമിച്ചത്. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ? ഒരു സർക്കാർ ചെയ്യാതിരുന്നത് മറ്റൊരു സർക്കാർ ചെയ്തു എന്നുള്ളത് പുറത്തു പറയണ്ടേ? ഇതുകൊണ്ടാണ് സതീശനെ കാണുമ്പോൾ CPM-ന് കുരു പൊട്ടുന്നതും CPM-ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും എന്നുള്ള കാര്യം കൂടി ചേർത്ത് വെക്കുന്നു. ആ കുട്ടിക്ക് എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും ഭാവുകങ്ങളും നേരുകയാണ്. നവീൻ ബാബുവിൻ്റെ യഥാർത്ഥ കൊലപാതകമാണെങ്കിൽ ആ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന ദിവസം നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.